തന്റെ അച്ഛനെ രക്ഷിക്കാനായി അദ്ദേഹത്തിന് താൻ ഒരു പെൺകുട്ടി അല്ലാതെ മറ്റാൺമക്കൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഒരു പുരുഷ യോദ്ധാവിന്റെ വേഷം കെട്ടി യുദ്ധത്തിന് പുറപ്പെടുന്ന വളരെ ധീരയായ ഒരു പെൺകുട്ടി. അവൾ ഈ ആൾമാറാട്ടം നടത്തിയത് നല്ലൊരു കാര്യത്തിനു വേണ്ടിയായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് അവളുടെ ജീവിതത്തെ ബാധിച്ചത്, അവൾക്ക് ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, അതിനെല്ലാം അവൾ എങ്ങനെ പരിഹരിക്കും എന്നതെല്ലാം വളരെ രസകരമായി പറഞ്ഞ 2020 റിലീസായ മുള്ളൻ എന്ന ഒരു ഫാന്റസി ആക്ഷൻ ചിത്രമാണ് കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് പുരാതന ചൈന കാണിച്ചുകൊണ്ടാണ്. അവിടെ ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ കഥാനായികയായ മുള്ളൻ എന്ന ഒരു ചെറിയ പെൺകുട്ടി അവളുടെ കുടുംബവുമൊത്ത് താമസിക്കുന്നത്. ഒരിക്കൽ അവരുടെ കോഴി കൂട്ടിൽ നിന്ന് ചാടിപ്പോയി. അതിനെ പിടിക്കാനായി ശ്രമിക്കുന്ന മുള്ളൻ അവളുടെ ഉള്ളിലെ വളരെ അഡ്വഞ്ചറസ് ആയ കഴിവ് പ്രകടിപ്പിക്കുന്നു. കോഴിയുടെ പുറകെ ചാടി ഓടി പൊതുവെ പെൺകുട്ടികൾ കാണിക്കാത്ത രീതിയിൽ ആൺകുട്ടികളെ പോലെ അവൾ വളരെ കായികപരമായി ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്നു. അക്കാലത്ത് അങ്ങനെ പെൺകുട്ടികൾ പൊതുവെ പെരുമാറാറേയില്ല. ആൺകുട്ടികളാണ് ഇത്തരത്തിൽ ബിഹേവ് ചെയ്യാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ കോഴിയെ ഒടുക്കം പിടിച്ചെങ്കിലും അത് കണ്ടുനിന്ന് നാട്ടുകാർക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ പെണ്ണെന്തിനാ ഇത്ര ചാടി മറിയുന്നതെന്ന രീതിയിൽ അവളെ നോക്കുന്നു. മുള്ളന്റെ അച്ഛന് പക്ഷെ അതിൽ ആദ്യം യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം അവൾ എന്ത് ചെയ്താലും അച്ഛൻ അവളെ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അവളുടെ അമ്മയ്ക്കാകട്ടെ ഇതൊന്നും തീരെ ഇഷ്ടമായിരുന്നില്ല. അച്ഛനെ അമ്മ ഒരു ദിവസം മുള്ളൻ നാളെ ഒരു വിവാഹം കഴിച്ച് പോകേണ്ട പെൺകുട്ടിയാ, അതുകൊണ്ട് നല്ല ആലോചനകൾ വരണമെങ്കിൽ അവളോട് അടങ്ങി ഒതുങ്ങി നല്ല സ്വഭാവത്തിൽ ജീവിക്കാൻ ഉപദേശിക്കാൻ പറയുന്നു. അത് പ്രകാരം അച്ഛൻ അവളോട് നീ ഇനി ഇത്രയും അഡ്വഞ്ചറസ് ആയി പബ്ലിക്കായി പെരുമാറരുത്, കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ കാണിക്കണം, അല്ലെങ്കിൽ അത് നിനക്ക് തന്നെയായിരിക്കും പ്രശ്നമാവുകയെന്ന് അവളെ ഉപദേശിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു നാട്ടിലെ ഒരു ഔട്ട് പോസ്റ്റ് ആണ്. അവിടെയുള്ള സൈനികരെ ബോറിഖാനും അയാളുടെ ആളുകളും ചേർന്ന് ആക്രമിക്കുകയാണ്. അവരുടെ കൂടെ സിയാൻ എന്ന ഒരു വിച്ചുമുണ്ട്. അവളാകട്ടെ അവളുടെ പവർ ഉപയോഗിച്ച് ഈ ഔട്ട് പോസ്റ്റിലെ എല്ലാ സൈനികരും മരിച്ചുവെങ്കിലും മരിക്കാത്ത ഒരു സൈനികനെ പോലെ വേഷം മാറി നമ്മുടെ രാജ്യം പടവെട്ടി പിടിക്കാനായി ബോറിഖാൻ വരുന്നുണ്ട്, അവരിപ്പോ നോർത്തിലെ ഔട്ട് പോസ്റ്റിൽ ആക്രമണം നടത്തിയതേ ഉള്ളൂ എന്ന് വിവരം കൈമാറുന്നു. ഈ കാര്യം അറിയുന്ന രാജാവാകട്ടെ വേഗം തന്നെ തന്റെ സൈന്യബലം കൂട്ടാനായി രാജ്യത്തെ എല്ലാ കുടുംബങ്ങളിൽ രാജ്യത്തെ എല്ലാ ഫാമിലീസിലും നിന്നുമുള്ള ഒരു ആൺകുട്ടി വീതം സൈന്യത്തിൽ അംഗം ചേരണമെന്ന് പറയാണ്. അതിന്റെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ആ ഉത്തരവ് രാജ്യത്തിന്റെ ഓരോ കോണിലും എത്തിക്കാനായി കൊട്ടാരത്തിൽ നിന്ന് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. ഇതേ സമയം ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ മുള്ളനും അവളുടെ ഫാമിലിയും അവരുടെ വീട്ടിലിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടതുപോലത്തെ ഒരു കൊച്ചുകുട്ടിയായിരുന്നില്ല മുള്ളൻ, അവളിപ്പോൾ കുറച്ചുകൂടെ മുതിർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വിവാഹപ്രായമായെന്ന് പറഞ്ഞ അമ്മയും അച്ഛനും അതിന്റെ ആലോചനകളുടെ തിരക്കിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ബ്രോക്കറിനെ പോലെ അവരുടെ നാട്ടിലുമുണ്ട് ചില ആളുകൾ. അവരെ വിളിക്കുന്നത് മാച്ച് മേക്കർ എന്നാണ്. ഒരു മാച്ച് മേക്കർ മുള്ളന്റെ വീട്ടിലേക്ക് അവളുടെ കല്യാണ ചർച്ചയ്ക്ക് വേണ്ടി ചെല്ലുന്നു. താൻ നല്ലൊരു കുടുംബിനിയാകാൻ യോഗ്യതയുള്ളവളാണ് എന്ന് അവരെ അവള് ബോധിപ്പിക്കണം. അതിനായി അവൾ ചായ ഒക്കെ ഇട്ടുകൊണ്ട് അവർക്ക് കൊണ്ടു കൊടുക്കേണ്ട ഒരു ചടങ്ങാണ് ഇപ്പൊ നടക്കുന്നത്. മുള്ളൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും അമ്മയുടെ അച്ഛന്റെയും നിർബന്ധത്തിന് അവൾ അത് ചെയ്യാനായി പോകുന്നു. അങ്ങനെ അവർക്ക് ചായ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു എട്ടുകാലി അവൾ കാണുന്നത്. അതിനെ കണ്ട് മുള്ളാന്റെ സഹോദരി പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ടീപോട്ടൊക്കെ തട്ടിയിടാനായി പോകുമ്പോ അത് പൊട്ടാതിരിക്കാനായി മുള്ളൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുക്കം ഇവളുടെ തലയിൽ ഇത് മരം കയറി എന്ന ലേബലിലാണ് വന്ന് നിൽക്കുന്നത്. നീ ഈ കുടുംബത്തിന് എന്നും ഒരു അപമാനമായിരിക്കുമെന്ന രീതിയിലെല്ലാം ആ മാച്ച് മേക്കർ അവളെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുന്നു. അങ്ങനെ ഇവിടെ പ്രശ്നം നടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാജാവിന്റെ ദൂതുമായി ആളുകൾ എത്തുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ സൈന്യത്തിലേക്ക് ഓരോ ഫാമിലീസിൽ നിന്നും ഓരോ ആൺകുട്ടികൾ വീതം വന്നു ചേരണം. പക്ഷെ മുള്ളന്റെ ഫാമിലിയിൽ അവളുടെ അച്ഛന് ആൺകുട്ടികൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് രാജകൽപ്പന തെറ്റിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ കുടുംബത്തെ റെപ്രസെന്റ് ചെയ്ത് സൈന്യത്തിൽ അദ്ദേഹത്തിന് അംഗമാകേണ്ടി വരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വയ്യാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാലൊക്കെ രോഗം ബാധിച്ചിരിക്കുന്നു. പക്ഷെ പോവാതെ വേറെ നിവർത്തിയില്ല. ഈ കാര്യം പറഞ്ഞ് കുടുംബം ആകെ സങ്കടത്തിലാവുകയാണ്. ആ സമയത്ത് അച്ഛൻ മുന്നേ താൻ സൈന്യത്തിന്റെ ഒരു ഭാഗമായി ജോലി ചെയ്തിരുന്ന കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാള് വീട്ടിൽ നിന്ന് പൊടി തട്ടിയെടുക്കുന്നു. ഇനി ഇത് ആവശ്യം വരുമല്ലോ, എന്തായാലും താൻ സൈന്യത്തിൽ ചേരേണ്ട അവസ്ഥയിലാണല്ലോ എന്ന് അച്ഛൻ ആലോചിക്കുകയാണ്. ഇതെല്ലാം മാറി നിന്ന് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ പിന്നീട് അച്ഛൻ കാണാതെ ആ വാളും എടുത്ത് ഒരു കത്തും എഴുതി വെച്ച് വീട് വിട്ടിറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ആ കത്ത് കാണുന്ന അച്ഛനും അമ്മയും ആകെ ഷോക്കാവുന്നു. വയ്യാത്ത അച്ഛനെ സൈന്യത്തിൽ ചേരാൻ വിടാൻ താല്പര്യമില്ലാതെ അവൾ സ്വയം ഇപ്പോൾ സൈന്യത്തിൽ ചേരാനായി പോയിരിക്കുന്നു. ആ കത്തിലൂടെ അത് വായിക്കുന്ന ഇവർ വളരെ ടെൻഷൻ ആകുന്നുണ്ടെങ്കിലും നമ്മുടെ മകൾ ഇപ്പോ ഇങ്ങനെ പോയിരിക്കുന്നു, അതും ഒരു ആൺകുട്ടിയുടെ വേഷം കെട്ടിയാണ് അവൾ പോകുന്നത് എന്ന കാര്യം നമ്മളായി തന്നെ ആളുകളോട് പറഞ്ഞാൽ അത് അവൾക്ക് തന്നെ ചിലപ്പോൾ പ്രശ്നമായി മാറും. അതുകൊണ്ട് നമ്മളിത് അറിഞ്ഞതായി ഭാവിക്കേണ്ടതെന്നാണ് അവർ പരസ്പരം തീരുമാനിക്കുന്നത്. അങ്ങനെ അച്ഛന്റെ ആർമറും കുതിരയും വാളും എടുത്തുകൊണ്ട് മുള്ളൻ വീട് വിട്ടിറങ്ങി നേരെ ചെല്ലുന്നത് ട്രെയിനിങ് ക്യാമ്പിലേക്കാണ്. ഇവിടേക്കാണ് ഇപ്പോ രാജാവിന്റെ കൽപ്പന പ്രകാരം എല്ലാ ഫാമിലിയിൽ നിന്നുമുള്ള ഒരു ആൺകുട്ടി വീതം സൈന്യത്തിൽ ചേരാനായി ട്രെയിനിങ്ങിന് എത്തിയിരിക്കുന്നത്. ആ ഒരു ട്രെയിനിങ് ക്യാമ്പിന്റെ കമാൻഡർ ടങ് എന്ന ഒരാളാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ മുള്ളന്റെ അച്ഛൻ സൈന്യത്തിൽ
സൈന്യത്തിലെ ഒരു പ്രധാനിയായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെന്ന്. ആ സമയത്ത് മുലന്റെ അച്ഛന്റെ അണ്ടറിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പഴയ കോമറേഡ് ആയിരുന്നു ഈ ഒരു ടങ്. അങ്ങനെ അവിടെ എത്തുന്ന മുലൻ അവിടെ അവളെ പോലെ വന്നിരിക്കുന്ന മറ്റു പല ആളുകളെയും കാണുന്നു. പക്ഷെ അവർക്കും ഇവൾക്കും തമ്മിലുള്ള വ്യത്യാസം, അവരെല്ലാവരും ഉത്തരവിലെ പോലെ ആൺകുട്ടികളായിരുന്നു. ഇവൾ മാത്രമായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആദ്യം അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ടെന്റിലാണ് കിടക്കുന്നത്, എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കുളത്തിലാണ് കുളിക്കുന്നത്. അതൊക്കെ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പാടായതുകൊണ്ട് തന്നെ അവൾ കുളിക്കുക എന്ന ശീലം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഒരേ ടൈമിലല്ലേ കുളിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ കഠിനമായ ട്രെയിനിങ്ങും തുടങ്ങുന്നു. ആദ്യമൊക്കെ നല്ല പ്രയാസം തന്നെയായിരുന്നു മുള്ളനും. കാരണം അവൾ ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വളരെ താല്പര്യം കുട്ടിക്കാലത്തൊക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അവളുടെ ഫാമിലിക്ക് അവൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഇൻവോൾവ് ആവുന്നത് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവളെ തന്നെ അതിൽ നിന്നെല്ലാം അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് അവൾക്ക് വളരെ കഠിനമായിക്കൊണ്ടിരുന്നു. അതിന്റെ ഇടയിൽ മുലൻ ചെൻ എന്ന ഒരു സോൾജറുമായി ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതെല്ലാം ട്രെയിനിങ്ങിന്റെ ഭാഗമായി നടക്കുന്ന ഫൈറ്റ് ആണ്. ഒരു ദിവസം അവനുമായി ഫൈറ്റ് ചെയ്യുന്ന സമയം അവൻ ഇവളെ അടിച്ചു തോൽപ്പിക്കുന്നു. ആ സമയത്താണ് വർഷങ്ങളായി തന്റെ ജീവിതത്തിൽ നിന്ന് അവൾ മാറ്റി നിർത്തിയിരുന്ന ആ പഴയ പോരാട്ട വീര്യം വീണ്ടും അവളിലേക്ക് എത്തുന്നത്. അവൾ അന്ന് വളരെ പെർഫെക്റ്റ് ആയി തന്നെ ഫൈറ്റ് ചെയ്ത് ചെന്നിനെ തോൽപ്പിക്കുന്നു. അവളുടെ ഈ ഫൈറ്റിൽ അവൾക്ക് ചെന്നിനെ തോൽപ്പിക്കാൻ സാധിച്ചു എന്നത് മാത്രമായിരുന്നില്ല സംഭവിച്ചത്. അവളുടെ ഈ ഒരു ചടുലമായ മൂവ്മെന്റ്സും പെർഫെക്ഷനും ഒക്കെ കണ്ട് മറ്റുള്ളവരും അവളെ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് അവിടുത്തെ കമാൻഡറായ ടങ് അവളെ ഇവിടെ ഇപ്പോൾ ഏറ്റവും നന്നായി പോരാടുന്നത് അവളാണെന്ന് അവളുടെ ഈ ഒരൊറ്റ ഫൈറ്റോട് കൂടി പ്രശംസിക്കുക പോലും ചെയ്തിരുന്നു. അങ്ങനെ പതിയെ പതിയെ മുല്ലനുണ്ടായിരുന്ന ഇവിടുത്തെ ബുദ്ധിമുട്ടുകളുമായി അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് സാധിക്കുന്നു. അവൾ തന്നെ ആദ്യമായി ഒരാൾ തന്റെ ഈ ഒരു പോരാടാനുള്ള കഴിവിനെ പ്രശംസിച്ചത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ അവിടുത്തെ കഠിനമായ ചെങ്കുത്തായ മലമുകളിലേക്ക് രണ്ട് കൈയിലും നിറയെ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കൊട്ട പിടിച്ച് കയറേണ്ട ഒരു ട്രെയിനിങ് നൽകാറുണ്ടായിരുന്നു. അത് ആദ്യം ചെയ്യുമ്പോൾ മുതൽ വളരെ പാടേറിയതായി തോന്നി. അത് നന്നായി ചെയ്യാൻ സാധിക്കാതിരുന്ന മുള്ളൻ ഇന്ന് അവൾക്ക് ആ ഒരു പ്രശംസയുടെ അല്ലെങ്കിൽ ആ ഒരു അംഗീകാരത്തിന്റെ ഊർജം കിട്ടിയതിനു ശേഷം അത് വളരെ പുഷ്പം പോലെ ചെയ്തു തീർക്കുന്നു. പക്ഷെ അപ്പോഴും അവൾക്കൊട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഇവരോട് എന്നും നിങ്ങളൊരു പടയാളി അല്ലെങ്കിൽ ഒരു പോരാളി ആയിരിക്കുന്ന ആ ഒരു സമയത്തെല്ലാം നിങ്ങൾ ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ മരണം വരെയും നിങ്ങളുടെ പോരാട്ട വീര്യം ചോരരുത് എന്നത്. രണ്ടാമത്തത്, സത്യത്തെ വിട്ട് കളിക്കരുത്, സത്യത്തെ എപ്പോഴും മുറുകെ പിടിക്കണമെന്നത്. പോരാട്ട വീര്യം തന്റെ ഉള്ളിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടെന്ന് അവൾക്കറിയാം. പക്ഷെ സത്യം എന്നത് അവളിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കുന്നു. കാരണം അവൾ സത്യം മറച്ചു വെച്ച് ഒരു ആൺകുട്ടിയായി വേഷം കെട്ടിയാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിങ് മുന്നോട്ട് പോകുന്ന ഒരു ദിവസം ആ ഒരു കുറ്റബോധം താങ്ങാനാകാതെ അവൾ താൻ ഒരു പെൺകുട്ടിയാണ് എന്നത് തന്റെ കമാൻഡറിന്റെ അടുത്ത് വെളിപ്പെടുത്താനായി തീരുമാനിക്കുന്നു. പക്ഷെ കമാൻഡർ ഇവളെ വളരെ നല്ല ഒരു പോരാളിയായ ഒരു ആൺകുട്ടിയായി കണക്കാക്കി അവളെ കാണുമ്പോഴേ വളരെ കാര്യമായി സംസാരിക്കുന്നത് കൊണ്ട് അവൾക്കത് തുറന്നു പറയാൻ കഴിയുന്നില്ല. ഇതേ സമയം അവളുടെ സഹ ട്രെയിനിയായ ചെങ്ങിനോട് അവൾക്ക് പതിയെ പതിയെ ആദ്യം അവനുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നല്ല കൂട്ടുകെട്ട് തോന്നുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ നാട്ടില് രാജാവ് മുതൽ ഏറ്റവും ബോട്ടത്തിലുള്ള ആള് വരെ കരുതിയിരുന്നത് പെൺകുട്ടികൾ അച്ചടക്കം കാണിച്ച് വീട്ടിൽ അടങ്ങിയൊതുങ്ങിയിരിക്കാനുള്ളവരാണ്. ആൺകുട്ടികളെ പോലെ അവരൊരിക്കലും പോരാട്ട വീര്യം പ്രദർശിപ്പിക്കാനുള്ളവരായിരുന്നില്ല എന്നാണ്. പക്ഷെ ചെങ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളെ ആയിരുന്നില്ല. അവൻ മുള്ളനെ പോലെ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും ഈ ഒരു മേഖലയിലും കഴിവ് തെളിയിക്കാൻ അവസരം കൊടുക്കണമെന്ന ആ ഒരു ഒപ്പീനിയൻ ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കോമൺ ആയ കാര്യം രണ്ടുപേരെയും അവർക്കിടയിൽ ഉണ്ടായിരുന്ന തുടക്കത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറം വളരെ ഒരു ബോണ്ടിങ്ങിലാക്കുന്നു. ഇതേസമയം തന്റെ കൂടെ നിൽക്കുന്ന വിച്ചാണ് നിനാങ് എങ്കിൽ പോലും ബോറിഗാൻ അവൾ ഒരു പെണ്ണാണ്, ഈ പെണ്ണ് പറയുന്നതിന് താൻ വലിയ വില കൊടുക്കേണ്ട കാര്യമേ ഇല്ല എന്ന ആറ്റിറ്റ്യൂഡ് അവളോടും ഒപ്പം തന്നെ പരസ്യമായും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് നിനാങ്ങിൽ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അങ്ങനെ തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് തന്നെ ട്രെയിനിങ് നേടി ഒരു സോൾജിയറായി മാറിയിരിക്കുകയാണ് മുള്ളൻ. പക്ഷെ ഇവരുടെ ട്രെയിനിങ് പൂർത്തിയാകും മുന്നേ തന്നെ ബോറിഖാനിന്റെ സൈന്യം ഇവരെ ആക്രമിക്കാനായി എത്തുന്നു എന്ന ഒരു കാരണം കൊണ്ട് ട്രെയിനിങ് നേരത്തെ അവസാനിപ്പിച്ച് ബറ്റാലിയനെ കമാൻഡർ ടങ്ങിന് യുദ്ധത്തിന് അയക്കേണ്ടി വരുന്നു. അങ്ങനെ ഇവർ യുദ്ധത്തിന് പോകുന്ന സമയം മുള്ളൻ അവളുടെ ഒരു കൂട്ടം സൈനികരുമായി ഒരു വശത്ത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം മറുവശത്ത് യുദ്ധം തകൃതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ മുള്ളന്റെ കൂടെ വന്ന ആളുകളെ വേഷം മാറി കിളിയുടെ രൂപത്തിലേക്ക് വന്ന് വിച്ചായ നിനാങ് ആക്രമിക്കുന്നു. അവിടെ ജീവനോടെ മാത്രം അവശേഷിച്ചത് മുല്ലാനായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ അവൾ ഒരു ആൺകുട്ടിയല്ല, ആൺവേഷം ധരിച്ച പെൺകുട്ടിയാണെന്നത് നിനാങ് കണ്ടുപിടിക്കുന്നു. നിനാൻ വേഗം തന്നെ മുള്ളനെ കൊല്ലാനായി നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. മുള്ളൻ അവളുടെ മാറിടം മറയ്ക്കാനായി ഒരു ലെതർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഒരു പുരുഷന്റെ മാറിടം പോലെ തോന്നിക്കാനായി. അതിൽ
കൊണ്ട് നിനാൻ അവൾക്ക് നേരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അവളെ കൊല്ലാതെ പോവുകയാണ്. നീ നിന്റെ ഐഡന്റിറ്റിയാണ് മറച്ചു വെച്ച് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ആ ഒരു കള്ളം നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിനക്ക് നന്നായി ഫോക്കസ് ചെയ്യാൻ കഴിയാത്തത്. നീയായി തന്നെ യുദ്ധം ചെയ്തു നോക്ക് എന്നൊരു ഉപദേശം നിനാൻ അവിടെ തന്റെ ശത്രുവായി പടവെട്ടാനായി എത്തിയിരിക്കുന്ന മുലന് നൽകുന്നു. ഞാനും ഒരു പെണ്ണായതിന്റെ പേരിൽ ഒരുപാട് അവഹേളനകൾ സഹിച്ചിട്ടുണ്ടെന്ന് നിനാങ് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് മുലൻ ഇനി താൻ യുദ്ധത്തിൽ പോരാടുന്നുണ്ടെങ്കിൽ അത് തന്റെ ഐഡന്റിറ്റിയിൽ തന്നെ ഒരു പെണ്ണായി തന്നെയെന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ഒരു പെണ്ണായാണ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തുടർന്ന് പോരാടുന്നത്. ഇത്രയും നേരം അവൾ പോരാടിയിരുന്നത് പോലെ ആയിരുന്നില്ല. ഒരു കള്ളവും തന്നിലില്ല. താൻ സത്യമായി തന്നെ പോരാടുന്നു എന്നത് അവളെ കൂടുതൽ കോൺഫിഡന്റ് ആക്കി. അവൾക്ക് നന്നായി തന്നെ ശത്രുക്കളോട് എതിർത്ത് നിൽക്കാനായി സാധിക്കുന്നു. ഇത്രയും നേരം തന്റെ ഉള്ളിൽ ഒരു കള്ളമുണ്ട്, താൻ തെറ്റാണോ ചെയ്യുന്നത് എന്ന ആ ഒരു തോന്നൽ അവളിൽ കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ തന്റെ ശക്തി അവൾക്ക് പൂർണ്ണമായും പുറത്തെടുത്ത് പോരാടാനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. അവൾ നന്നായി പോരാടുന്നു. പക്ഷെ യുദ്ധം അങ്ങനെ മുറുകി പൊക്കോണ്ടിരിക്കുകയാണ്. ബോറിഗാന്റെ സൈന്യം ഇവർക്ക് നേരെ തീ പ്രയോഗിച്ച് ആക്രമണം നടത്തുന്നു. അത് ഇവർക്ക് ചെറുത്ത് നിൽക്കാൻ കുറച്ച് പാട് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന മുല്ലന് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നു. ഇവർ നിൽക്കുന്നതിന്റെ പുറകുവശത്തായി ഉള്ളത് മഞ്ഞുമലകളാണ്. അവൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ നിന്ന് ശത്രുക്കൾക്ക് നേരെ അമ്പെയ്യുന്നു. അവിടെയും സൈനികരുണ്ട്. അവരവിടെ തമ്പടിച്ച് തങ്ങളെ ആക്രമിക്കുകയാണെന്ന് കരുതി ഇവർ അങ്ങോട്ടേക്ക് കുറെ തീപന്തങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നു. അങ്ങനെ അവിടുത്തെ മഞ്ഞുരുകി ഇവർക്ക് നേരെ പാഞ്ഞു വരുമ്പോ ബോറിഗാന്റെ സൈന്യത്തിന് ജീവൻ നിലനിർത്താനായി അവിടെ നിന്ന് തിരിഞ്ഞോടേണ്ടി വരുന്നു. അവിടെ നിന്ന് കുറച്ചു പേരാകട്ടെ മരിച്ചും പോകുന്നു. അങ്ങനെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന ശത്രുക്കളെ തോൽപ്പിച്ച് അവിടം തിരിച്ചു പിടിച്ചെടുക്കാനായി മുല്ലന്റെ സൈന്യത്തിന് സാധിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ സുഹൃത്തായ ചെങ്ങിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവൾ അവനെയും കൊണ്ട് കമാൻഡറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് കമാൻഡർ ടങ്ങിന് ഇവൾ ഒരു പയ്യനല്ല പെൺകുട്ടിയാണെന്ന കാര്യം മനസ്സിലാവുന്നത്. പെൺകുട്ടികൾ അച്ചടക്കത്തോടുകൂടി വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിയാനുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന ടങ് ആകെപ്പാടെ വയലന്റ് ആവുന്നു. നീ ഞങ്ങളെ പറ്റിച്ചു, നീ ഞങ്ങളെ കള്ളം ചെയ്ത് പറ്റിച്ചു, അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ഞങ്ങൾക്ക് കാണണ്ട, നീ ഇനി സൈന്യത്തിന്റെ ഭാഗവുമല്ല, ഇനി ഞങ്ങളുടെ കൺവെട്ടത്ത് വന്നാൽ നിന്നെ കൊന്നു കളയുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവളെ അയാൾ ആട്ടി ഓടിക്കുന്നു. ഇത്രയൊക്കെ താൻ ചെയ്ത് കൂടെ നിന്ന് സൈന്യത്തെ ഈ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി താൻ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും തന്റെ കഴിവിനെ ഇപ്പോൾ ഒന്ന് പ്രശംസിക്കാതെ ഇങ്ങനെ ആട്ടി ഓടിച്ചതിൽ ആകെ സങ്കടപ്പെട്ട് അവൾ മാറിയിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് നിനാങ് എത്തുന്നു. നിനാങ് മുന്നേ ഇവളെ കൊല്ലാതെ വെറുതെ വിട്ടത് ഒരു ലക്ഷ്യത്തോടെയായിരുന്നു. ഇപ്പോൾ അതേ ലക്ഷ്യത്തോടെ തന്നെ അവളെ സമീപിക്കുന്നു. കണ്ടില്ലേ, എനിക്കറിയായിരുന്നു നീ ഒരു പെണ്ണായതുകൊണ്ട് അവർ നിന്നെ അംഗീകരിക്കില്ല എന്ന്. വാ, നമുക്കൊന്നു ചേരാം, നമുക്കൊന്നു ചേർന്ന് ഈ ലോകം പിടിച്ചെടുക്കാം. നമ്മൾ രണ്ടുപേരും ഒന്നു ചേർന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരാണിനും സാധിക്കില്ല. നമുക്ക് ഒന്നിച്ചു നിന്ന് നിന്റെ ആളുകളോടും എന്റെ കൂട്ടരോടും പടവെട്ടാമെന്ന് നിന്നങ്ങ് പറയുമ്പോ നീ നിന്റെ ആളുകളെ പറ്റിച്ചതുപോലെ ഞാൻ എന്റെ ആളുകളെ പറ്റിക്കാൻ തയ്യാറല്ല എന്ന് മുലൻ പറയുന്നു. നീ ഒരു വിഡ്ഢിയാണ്. നിനക്ക് തോന്നുന്നുണ്ടോ ബോറിഗാന്റെ സൈന്യം തോറ്റു പിന്മാറിയെന്ന്? അവർ നിങ്ങളെ ഇവിടെ വിഡ്ഢിയാക്കിക്കൊണ്ട് രാജാവിനെ നേരിട്ട് ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് നീ എന്റെ കൂടെ ചേർന്നാൽ നിനക്ക് നിലനിൽപ്പുണ്ടാകുമെന്ന് നിനാങ് അവളോട് പറയുമ്പോൾ അപ്പോഴും അവൾ അതിന് തയ്യാറാകുന്നില്ല. രാജാവിന് നേരെ ആക്രമണം വരുന്ന കാര്യം അറിയുന്ന മുലൻ വേഗം തന്നെ അത് കമാൻഡറിന്റെ അടുത്ത് ചെന്ന് പറയാനായി പോകുന്നു. പക്ഷെ ഇവളെ കാണുന്ന കമാൻഡർ അപ്പോഴും ഇവളോട് ദേഷ്യപ്പെട്ട് തിരിച്ചു കൺമുന്നിൽ നിന്ന് എന്ന് പറയാണ്. ഇവൾ രാജാവിന്റെ കാര്യം പറയുമ്പോൾ അത് അയാൾ വിശ്വസിക്കാൻ പോലും തയ്യാറാകുന്നില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ചെങ് എന്തുകൊണ്ടാണ് രാജാവിന് നേരെ ഒരു ആക്രമണം വരുന്നു എന്ന മുലൻ പറഞ്ഞിട്ട് കമാൻഡർ വിശ്വസിക്കാത്തത്? ഇവളൊരു പെണ്ണായതുകൊണ്ടാണോ? ഇവളൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ കമാൻഡർ വിശ്വസിക്കില്ലായിരുന്നോ? ഇവിടെയുള്ള ട്രെയിൻഡ് ആയ എത്രയോ ആൺകുട്ടികൾ സോൾജേഴ്സിനേക്കാൾ നന്നായാണ് അവൾ യുദ്ധത്തിൽ പൊരുതിയത്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അവളെ അംഗീകരിക്കാത്തതെന്ന ചെങ്ങിന്റെ ചോദ്യം കേൾക്കുന്ന കമാൻഡർ തന്റെ മനസ്സ് മാറ്റി മുലനെ ഈ ഒരു സംഘത്തിന്റെ നേതാവായി പ്രഖ്യാപിക്കുന്നു. നിന്റെ നേതൃത്വത്തിൽ നീ പട നയിക്കാനായി കമാൻഡർ അവൾക്ക് ചുമതല നൽകുകയാണ്. അങ്ങനെ പടയൊരുക്കി കൊട്ടാരത്തിലേക്ക് മുലൻ ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും കൊട്ടാരം ബോറിഗാനും കൂട്ടരും കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുന്ന മുലൻ ബോറിഗാന്റെ ആളുകളെ നേരിടാനായി തന്റെ ആളുകളെ ഏൽപ്പിച്ച ശേഷം രാജാവിനെ തിരക്കി പോകുമ്പോൾ സിംഹാസനത്തിൽ രാജാവ് ഉണ്ടായിരുന്നില്ല. പകരം അവൾ അവിടെ വെച്ച് നിനാങ്ങിനെ കാണുന്നു. ബോറിഗാൻ രാജാവിനെ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന മുലന് നിനാങ് വഴികാട്ടിയാകാൻ തയ്യാറാകുന്നു. അങ്ങനെ അവൾ ഒരു പക്ഷിയായി പറന്ന് ബോറിഗാൻ രാജാവിനെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മുലനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യം അവിടെ എത്തുന്ന നിനാങ് ബോറിഗാനോട് നീ എനിക്ക് വില തരാഞ്ഞതുപോലെ ഇനി നിനക്ക് സാധിക്കില്ല, എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണെന്ന് പറഞ്ഞ് അവന്റെ അന്ത്യം അടുത്തു എന്ന് അവനെ സൂചിപ്പിക്കുമ്പോൾ അവിടെ ബോറിഗാൻ മുല്ലനെ കാണുന്നു. അവൾക്ക് നേരെ അവൻ അമ്പെയ്യുമ്പോൾ ഒരു പക്ഷിയായി പറന്നു ചെന്ന് ആ അമ്പ് തന്റെ ദേഹത്ത് ഏറ്റുവാങ്ങുകയാണ് നിനാങ്. അങ്ങനെ അവൾ അമ്പേറ്റ് മുല്ലന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നു. ഇത്രയും നാള് ജീവിതത്തിലുടനീളം സ്ത്രീ എന്ന ആ ഒരു പേരിൽ ഒട്ടും വിലയില്ലാതെ ജീവിച്ച നിനാങ്ങിന് ഇപ്പോൾ മുല്ലന് വേണ്ടി ഇങ്ങനെ മരിക്കാനായി സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവൾ സ്ത്രീകളുടെ വില എത്രത്തോളം ഉണ്ടെന്ന് അത് മനസ്സിലാകാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് നിനാങ്ങിന് അറിയാമായിരുന്നു.
അങ്ങനെ മുലൻ ബോറിഖാനുമായി ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റ് അല്പനേരം നീണ്ടുപോകുന്നുണ്ടെങ്കിലും ബോറിഖാൻ അവളുടെ വാള് നശിപ്പിച്ചു കളയുന്നു. തന്റെ വാൾ നശിച്ചത് കണ്ട് ഇനി തുടർന്ന് ഫൈറ്റ് ചെയ്യാനാകാതെ മുലൻ സ്റ്റക്ക് ആകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവ് ഒരു പോരാളിയുടെ വീര്യം കയ്യിലുള്ള ആയുധത്തിലല്ല മറിച്ച് കഴിവിലുള്ള വിശ്വാസത്തിലാണെന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് സ്റ്റിക്ക് ഫൈറ്റ് ഒക്കെ നന്നായി അറിയാവുന്നത് കൊണ്ട് ഒരു കമ്പ് മാത്രം മതി തനിക്ക് ഇവനോട് എതിർത്ത് നിൽക്കാനെന്ന് മനസ്സിലാക്കി അവൾ അവനുമായി ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ ബോറിഖാനെ തോൽപ്പിച്ച് അമ്പെയ്ത് അവനെ കൊലപ്പെടുത്താനായി അവൾക്ക് സാധിക്കുന്നു. രാജാവ് രക്ഷപ്പെടുകയും രാജ്യം തിരിച്ചു കിട്ടുകയും എല്ലാവരും സേഫ് ആകുകയും ചെയ്യുന്നു. ബോറിഖാന്റെ കൂടെയുള്ള സൈന്യത്തെ കീഴ്പ്പെടുത്താനായി പിന്നീട് അധികം നേരമൊന്നും ഇവർക്ക് വേണ്ടി വന്നില്ലല്ലോ. നേതാവ് മരിച്ചു, പിന്നാണോ സൈനികർ? അങ്ങനെ രാജാവ് അവളെ അംഗീകരിക്കുന്നു. അവളെ പടത്തലവിയായി നിയമിക്കാനായി രാജാവ് തീരുമാനിക്കുമ്പോൾ ഞാൻ എന്റെ കുടുംബത്തോട് ഒരു വാക്ക് പറയാതാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് മടങ്ങി പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ആ ഒരു പദവി ഏറ്റെടുക്കാതെ തിരിച്ചു പോകുന്നു. അങ്ങനെ വീട്ടിലെത്തുന്ന അവളെ അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആ സമയം കമാൻഡർ എത്തുമ്പോൾ അത് കാണുന്ന അച്ഛൻ ഇവളെ ശിക്ഷിക്കാനായിരിക്കും വന്നിരിക്കുന്നത്. ആൺവേഷം കെട്ടിയതിനുള്ള ശിക്ഷ കൊടുക്കുമെന്ന് പേടിച്ച് അവളെ ശിക്ഷിക്കരുത്, എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് മുന്നേക്ക് നിൽക്കുമ്പോൾ ശിക്ഷിക്കാനല്ല മറിച്ച് അംഗീകാരം നൽകാനാണ് വന്നതെന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട അവളുടെ വാളിന് പകരം രാജാവ് അവൾക്ക് സമ്മാനമായി നൽകുന്ന വാള് കമാൻഡർ അവളെ ഏൽപ്പിക്കുന്നു. കൂടാതെ ഈ ഒരു സമ്മാനത്തിന് പുറമെ രാജ്യത്തിന്റെ അന്നേ വരെയുള്ള ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയായ മുലനെ അവളുടെ കഴിവിനെ അംഗീകരിച്ച് പടയുടെ ലീഡർ സ്ഥാനത്തേക്ക്, അതായത് ഒരു പടത്തലവിയായി അവളെ നിയമിക്കുന്നു. അവൾ വളരെ സന്തോഷത്തോടെ ആ സ്ഥാനം സ്വീകരിക്കുകയാണ്. കാരണം ഇത് അവളുടെ കഴിവിന്റെ അംഗീകാരമായിരുന്നു. അന്ന് വരെയുള്ള എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ആ നാടിന്റെ ആദ്യത്തെ പടത്തലവിയായി അവൾ അങ്ങനെ ചുമതല ഏൽക്കുന്നു. ഒരു പെൺകുട്ടിയാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ആൺകുട്ടികൾ കടന്നു ചെല്ലുന്ന അതേ മേഖലകളിൽ കഴിവുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും സ്ഥാനമുണ്ട് എന്നത് തന്നെ മുലൻ അവളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്കും മുലൻ ഒരു പ്രചോദനമായി മാറുന്നതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.